morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴയുണ്ടോ? ഇപ്പൊ നല്ല മഴയാണ്. മഴയുണ്ടല്ലേ? സാധാരണ നമുക്ക് ശനിയാഴ്ച ക്ലാസ്സിലാത്തതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടി കിടന്നുറങ്ങാറുണ്ട്. കാലത്തൊക്കെ എണീക്കാനായിട്ട് നേരം വൈകും അല്ലെ? ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയാണ്. ഇന്നലെ പിന്നെ അത്രയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെയിൽ തെളിയും, ഇടയ്ക്ക് മഴയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മഴയാണ്. നെറ്റിന്റെ പ്രശ്നമുണ്ടല്ലേ? പറൂരാണ്. കറണ്ട് ഇല്ലല്ലേ? ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇപ്പൊ ക്ലാസ് ഒക്കെ കേൾക്കാനായിട്ട്. പറൂര് എറണാകുളം. കൊടുങ്ങല്ലൂര് അറിയോ? ഇല്ല. മാഞ്ഞാലയാണല്ലേ? കൊടുങ്ങല്ലൂര് അറിയില്ലേ മുഴുവൻ? അതിന്റെ അടുത്താണ് കേട്ടോ. കൊല്ലമാണല്ലേ? കൊല്ലത്തൊക്കെ നല്ല മഴയാണ്. ഓക്കെ. നമ്മുടെ ചേച്ചിയിലെ പിള്ളേര് ഇവിടെ ആതിരയൊക്കെ ചെന്നൈനായിരുന്നില്ലേ? ആതിര ദേവ്. ചേച്ചിയിലെ പിള്ളേരുണ്ടോ നമ്മുടെ? കോൺവെക്കേഷൻ എങ്ങനത്തായിരുന്നു? ചേച്ചിയിലെ പിള്ളേരില്ലേ? ആരില്ല. അതറിയില്ല മോളെ. റിസൾട്ട് ചിലപ്പോ റിസൾട്ട് ചിലപ്പോ എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ വരെ കേട്ടോ. അറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ശരി. ഗൈഡ് ഉണ്ടല്ലോ. സൂപ്പർ ആയിരുന്നു. കുഴപ്പമില്ല. ഗൈഡ് നോക്കി പഠിച്ചാൽ മതി. മെയിൻ എക്സാമിന്റെ ഗൈഡ് നോക്കി പഠിച്ചാല് നല്ല ഇത് സ്കോർ ചെയ്യാൻ പറ്റും. ഹലോ മാം, ഗൈഡ് ഉണ്ടോ മാം? ഗൈഡ് ഉണ്ടോ? ഗൈഡ് ഉണ്ടാവുമല്ലോ. പിജിക്ക് ഗൈഡ് ഇല്ല. ഉണ്ടോ? പിജിയുടെ ഗൈഡാണ് ചോദിച്ചത്. അറിയില്ല കേട്ടോ. ചിലപ്പോ അറിയില്ല. ചോദിച്ചിട്ട് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ മാം. ഓക്കെ മാം. ഡിപ്ലോമയിലെ ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടോ എല്ലാവരും? ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ? അത് നോക്കി മെയിൻ എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മാം, ഇനി പിജിന്റെ എക്സാം അല്ലേ ഉണ്ടാവുള്ളൂ? അപ്പൊ ആ ഗൈഡ് പഠിച്ചാൽ മതിയോ? ഇതിന്റെ എക്സാമിന് ഗൈഡ് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഗൈഡ്. ഗൈഡിന്റെ കാര്യം മിസ്സിന് അറിയില്ല. ചോദിച്ചിട്ട് പറയാം. ഗൈഡിന്റെ കാര്യമൊക്കെ നിങ്ങൾ ചോദിച്ചായിരുന്നോ ടീച്ചേഴ്സിനോട്? ഇല്ല മാം, ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് പറയാം കേട്ടോ ഗൈഡിന്റെ കാര്യം. അറിയില്ല. മാം, PROനോട് ചോദിച്ചപ്പോ ഗൈഡ് ഉണ്ട്, ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണെന്നാണ് പറഞ്ഞത്. അപ്പോ ചിലപ്പോ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും. ഓക്കെ. അത് കഴിയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തരും കേട്ടോ. ചോദിച്ചു നോക്കിക്കോളൂ. PROനോട് ചോദിച്ചോളൂ കേട്ടോ. ഗൈഡ് പഠിക്കാൻ എളുപ്പമാണ് മാം. ഗൈഡ് ഉണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമാണല്ലേ? ക്ലാസ് കേട്ടില്ലെങ്കിലും ഗൈഡ് നോക്കി പഠിച്ചാൽ മതി അല്ലേ? യെസ് മാം. യെസ്.
സൂത്രശാലികളാണ് അപ്പൊ. നമ്മള് എടുത്തത് എവിടെ വരെയായിരുന്നു? സ്റ്റാർട്ട് ചെയ്തല്ലേ സെക്കൻഡ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എടുത്തത് എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിരുന്നു മിസ് എടുത്തത്. യുനാനി വരെ നമ്മൾ പറഞ്ഞല്ലേ. എന്തൊക്കെയാണ് നമ്മള് സിസ്റ്റം ഓഫ് മെഡിസിനിൽ പറഞ്ഞത്? ആർക്ക് പറയാൻ പറ്റും? ഒന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. കുറച്ച് ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്. എന്തൊക്കെയായിരുന്നു നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞതൊന്ന് വായിക്കുന്നുള്ള? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സിസ്റ്റം ഓഫ് മെഡിസിനിൽ 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അല്ലെ. ഓക്കെ, റെക്കഗ്നൈസ്ഡ് സിസ്റ്റം. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? അലോപ്പതിക്ക് പറഞ്ഞു, ആയുർവേദ, സിദ്ധ, യുനാനി, അതുപോലെ യോഗ, നാച്ചുറോപ്പതി, ലാസ്റ്റ് വൺ ഹോമിയോപ്പതി. ഇനി അലോപ്പതിക്കില് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അലോപ്പതിക്കില് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞല്ലേ നമ്മള്. എന്തുകൊണ്ടാണ് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം? ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് അവര് ഡോക്ടേഴ്സ് അല്ലെ. നമ്മളിപ്പോ ഒരു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോ അവര് നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ് അസുഖം, എന്തൊക്കെയാണ് ലക്ഷണങ്ങള് അല്ലെ, ഇതിനു മുൻപ് എന്തൊക്കെയാണ് തലവേദന ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വയറുവേദന ഉണ്ടായിരുന്നോ ചോദിക്കാറുണ്ട് അല്ലെ. ലക്ഷണങ്ങൾ, ഓരോ ലക്ഷണങ്ങളും സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കി പരിശോധിച്ച് ടെസ്റ്റ് നടത്താൻ. ഇപ്പോൾ ടെസ്റ്റുകൾ ചിലപ്പോൾ പറയാറുണ്ട് അല്ലെ, യൂറിൻ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. എന്നിട്ട് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മരുന്നുകൾ തരുന്നത്. അതുകൊണ്ടാണ് ഈ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനെ ടെസ്റ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അലോപ്പതിക് സിസ്റ്റത്തിന് നമ്മള് എന്താണ് ഡിഫറെന്റ് നെയിമുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയാ പറഞ്ഞത്? ഡിഫറെന്റ് നെയിംസ് ഓർമ്മയുണ്ടോ? കൺവെൻഷണൽ, ഓക്കെ, പരമ്പരാഗതമായിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞു. അതുപോലെ മോഡേൺ അല്ലെ, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. വെസ്റ്റേൺ മെഡിസിൻ എന്നും 3 രീതിയിലാണ് നമ്മൾ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനെ പറയുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, കൺവെൻഷണൽ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, വെസ്റ്റേൺ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അലോപ്പതിക് എന്ന ആ വേർഡ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ല്ലോ നമ്മള് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സാമുവൽ ഹനീമാൻ അല്ലെ. അദ്ദേഹം എന്ത് ഫിലോസഫർ ആണ്? ഏത് ഫിലോസഫർ ആയിരുന്നു? വെരി ഗുഡ്, ജർമ്മൻ ഫിലോസഫർ അല്ലേ. ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. 1 മിനിറ്റ് കേട്ടോ, മ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റുഡൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോ ഈ അലോപ്പതി എന്ന പേര് കണ്ടുപിടിച്ചത് ആരായിരുന്നു? സാമുവൽ ഹനിമാൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആണ് കേട്ടോ. സോറി, ജർമ്മൻ ഫിസിഷ്യൻ ആണ്. ഇനി എന്തൊക്കെയാണ് അലോപ്പതി എന്ന വേർഡ്? 2 വേർഡുകള് വരുന്നുണ്ടല്ലേ. ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ഏതൊക്കെയായിരുന്നു? അലോസും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? വെരി ഗുഡ്. ഇനി അലോസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അലോസ് എന്ന് പറഞ്ഞാല് അതർ. വെരി ഗുഡ്, അതർ. ഇനി നെക്സ്റ്റ് എന്താണ്? പതിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സഫർ അല്ലെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മള് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മള് പഠിച്ചത്. ഇത്രയും കാര്യങ്ങളായിരുന്നു അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്? ആയുർവേദ. എന്തൊക്കെയാണ് നമ്മൾ ആയുർവേദ ഡിപ്ലോമയിലൊക്കെ പഠിച്ചത്? ഓക്കെ, ഗൂഗിളില് പതിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഒന്ന് നോക്കിക്കോളൂ. പദ്യ, അലോസൻ പദ്യ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. വിനീഷ പറഞ്ഞ വേർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ആയുർവേദയിൽ പഠിച്ചത്? ആയുർവേദ അല്ലെ, ആയുർവേദയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? 5 elements of nature അല്ലെ, പഞ്ചമഹാഭൂതങ്ങൾ. ഓക്കെ, പഞ്ചമഹാഭൂതങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് ഈ 5 elements വഴിയാണ് അല്ലെ. ഏതൊക്കെയാണ് 5 elements? 5 elements ഓർത്തു നോക്കി. എയർ, വാട്ടർ, പിന്നെ വായു, അതന്നെയാണ് എയർ. ഓക്കെ, ജലം, സ്കൈ, എർത്ത്. ഓക്കെ, ഈ 5 എന്താണ്? 5 എലമെന്റ്സ് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. ഈ 5 എലമെന്റ്സിനെ പറയുന്നത് എന്താണ്? പഞ്ചമഹാഭൂതങ്ങള്. ഓക്കെ, ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറയാനായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള്. ഇതൊക്കെയാണ് സ്കൈ ഉണ്ട്. ഇതൊക്കെയാണ് 3 ഫോംസിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിലനിൽക്കുന്നത്. വാത, പിത്ത, കഫ അല്ലെ. വാത, പിത്ത, കഫ. ഈ 3 പേരെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരെന്താണ്? വാത, പിത്ത, കഫ. ഈ 3നെയും ഒരുമിച്ച് കൂട്ടി പറയുന്ന പേരെന്തായിരിക്കും? ത്രിദോഷ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയില് ഈ 3 കാര്യങ്ങൾ നിലനിൽക്കുന്നത് 3 ഫോംസ്, 5 എലമെന്റ്സ് നിലനിൽക്കുന്നത് 3 ഫോംസിലാണ്. വാത, പിത്ത, കഫ. അതിനെ പറയുന്ന പേരാണ് ത്രിദോഷങ്ങള്. അതുപോലെ തന്നെ ഈ ത്രിദോഷയിൽ ഏതെങ്കിലും ഇപ്പോ വാതമോ അല്ലെങ്കിൽ പിത്തമോ കഫമോ നമ്മുടെ ശരീരത്തില് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? എന്തുണ്ടാവും? ഡിസീസസ് അല്ലെ, അസുഖം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 എലമെന്റ്സിനെയും അല്ലെങ്കിൽ 3 കമ്പോണൻസിനെയും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എന്താണ്? ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദ. ഇനി ആയുർവേദയുടെ ബെനഫിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് ബെനഫിറ്റ്സ്? അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബെനഫിറ്റ്സ് എന്തായിരുന്നു? സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താണ്? നാച്ചുറൽ പ്ലാന്റ്സ് കൊണ്ടാണ് അവര് മെഡിസിൻസ് ഉണ്ടാക്കുന്നത് അല്ലെ, മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ആയുർവേദത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? സ്യൂഡോ സയന്റിഫിക് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫേക്ക് അല്ലെ, സോറി, ഫീല്. ഓക്കെ, തെറ്റായ ഒരു എന്താണ്? ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതെന്താണ്? Because it is not based on science അല്ലെ. സയൻസിനെ ബേസ് ചെയ്തല്ല ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയാനുള്ള കാരണം. ഇനി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിനെ വിളിക്കുന്നത് എന്താണ്? വിളിക്കുന്നത് എന്തായിരുന്നു? ക്വാക്സ് അല്ലെ, കള്ളന്മാരെന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം മനസ്സിലായോ? ഈ എന്താണ്? സ്യൂഡോ സയന്റിഫിക് കേട്ടോ. സ്യൂഡോ സയന്റിഫിക് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻസ് അല്ലെ. അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിനെ ക്വാക്ക് എന്ന് വിളിക്കുന്നത്, കള്ളന്മാരെന്ന് വിളിക്കുന്നത്. ഇനി നമ്മള് യോഗയാണല്ലേ പഠിച്ചത്. യോഗ എന്താണ്? യോഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് അല്ലെ. ഓക്കെ, പീസ് ഓഫ് മൈൻഡ്. പിന്നെ ഏതൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന ആ പ്രിൻസിപ്പിൾ? അതുപോലെ തന്നെ
പ്രൈമോഡിയൽ ഏജൻസ് എന്ന് പറയുന്നത്? മനസ്സിലുണ്ടായിരുന്നില്ല നമ്മള്? വാട്ടർ, എർത്ത്, പിന്നെ ഫയർ, എയർ, അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ഓക്കെ. അപ്പോ ഇവയെല്ലാം ചേർന്നിട്ടാണ് നമ്മള് പ്രൈമോഡിയൽ ഏജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മള് യുനാനി പഠിച്ചത് അല്ലെ. അതുപോലെ തന്നെ ഫാദർ ഓഫ് യോഗ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, മഹർഷി പതഞ്ജലി. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ഫാദർ ഓഫ് നാച്ചുറോപ്പതിയോ? ഫാദർ ഓഫ് നാച്ചുറോപ്പതി ബെനഡിക്റ്റ് ലസ്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് യുനാനി അല്ലെ. യുനാനിയുടെ ഫാദർ ആരായിരുന്നു? ഫാദർ ഓഫ് യുനാനി സിസ്റ്റം? ഹിപ്പോക്രാറ്റസ് ആയിരുന്നു യുനാനി സിസ്റ്റത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ഫിലോസഫർ ആയിരുന്നു? വെരി ഗുഡ്, ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. ഈ യുനാനി സിസ്റ്റത്തില് നമ്മള് പച്ചമരുന്നുകളാണല്ലേ കൊടുത്തിരുന്നത്. അതെങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത്? ഒന്നില്ലെങ്കിൽ ഈ പൊടിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കഷായം, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് യുനാനി സിസ്റ്റത്തിലും ആളുകൾക്ക് പച്ചമരുന്നുകള് നൽകിയ കഷായം രീതിയിലൊക്കെയാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ പഠിച്ചത്? സയൻസ് പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹീലിംഗ് ആർട്ടല്ലേ, രോഗശാന്തി നൽകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് പാർട്ട് ആയിട്ടല്ല ഇതിലെ മരുന്നുകള് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ഹോളായിട്ടാണ് അല്ലെ. മൊത്തത്തിലാണ് ട്രീറ്റ്മെന്റുകള് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മള് പഠിച്ചത്. ഓർമ്മ വന്നു എല്ലാവർക്കും? ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് റിവൈസ് ചെയ്താണ് മിസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സിദ്ധ സിസ്റ്റം. ഓർമ്മയുണ്ടോ? നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചത് സിദ്ധ സിസ്റ്റം എന്താണ് എന്നുള്ളത്? സിദ്ധ സിസ്റ്റം ഓർമ്മയില്ല? എന്തൊക്കെയാ പഠിച്ചത് സിദ്ധ സിസ്റ്റത്തിൽ? നമ്മള് ഓൾഡസ്റ്റ് സിസ്റ്റം ആണ് പഠിച്ചിട്ടുണ്ട്. പിന്നെ 5 എലമെന്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊക്കെയായിരുന്നു? ഏത് എലമെന്റ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്? നമ്മള് ബ്ലഡ്, വാട്ടർ. ഓക്കെ, വാട്ടർ, എർത്ത്, വാട്ടർ, എർത്ത്, എയർ, ഫയർ, പിന്നെ ഏതാ അഞ്ചാമത്തെ? പറഞ്ഞില്ല? ഇത് ഓക്കെ, പലരും പല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലെ. ഓക്കെ, സിദ്ധ സിസ്റ്റത്തില് ഫോളോ ചെയ്യുന്നതും എന്താണ്? നമ്മള് ആയുർവേദയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പോ ആയുർവേദയിലെ 5 എലമെന്റ്സ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നായിരുന്നു? വെരി ഗുഡ്. ഓക്കെ, ഇനി സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നായിരുന്നു? ഞാനെടുത്ത HA9 HA 8 അറിയാൻ പറ്റും, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
വെരി ഗുഡ്. തമിഴ് കൾച്ചറിൽ നിന്നായിരുന്നു അല്ലെ? ആ, തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സിദ്ധ സിസ്റ്റം വന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു സിദ്ധ സിസ്റ്റം വന്നത് തമിഴ് കൾച്ചറിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ആയുർവേദയിലുള്ള നമ്മൾ പറഞ്ഞ 5 എലമെന്റ്സ് തന്നെയാണ് നമ്മൾ ഈ സിദ്ധ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുർവേദയില് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള് ഈ എന്താണ് 5 എലമെന്റ്സ് ഓഫ് നേച്ചർ, ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി അല്ലെ? ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. ആ 5 എലമെന്റ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. ത്രിദോഷ എന്ന് പറഞ്ഞല്ലേ, വാത, പിത്ത, കഫ. ഈ ത്രിദോഷ എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ കഫത്തിന്റെയോ ഏതെങ്കിലും ഒരു കാര്യത്തിന്, കഫ അല്ലെങ്കിൽ വാദത്തിന്റെയോ പിത്തത്തിന്റെയോ ആവാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസീസസുകൾ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് നോട്ട് ചെയ്തിരുന്നു. Siddha system of medicine. Siddha medicine, a traditional system of healing that originated in South India and is considered to be one of India's oldest system of medicine. Okay, നമ്മൾ പറഞ്ഞു സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയില് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട പരമ്പരാഗതമായിട്ടുള്ള ഒരു മെഡിസിൻ സിസ്റ്റമാണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. തമിഴ്നാട് എന്ന് പറഞ്ഞാലും സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാലും തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തരില്ല തമിഴ്നാട് എന്നുള്ളത്. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിരുന്നാല് നിങ്ങളത് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓർമ്മിച്ച് വെക്കാം. അപ്പോ സിദ്ധ സിസ്റ്റം എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെ, ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത് വെച്ചോ? ഇനി അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് and is considered to be one of India's oldest system of medicine. ഇനി എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഒരു ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഇത് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 2 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് എന്താണ്? സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പോഴേ തന്നെ പറഞ്ഞു പോകുമ്പോ മനസ്സിൽ കേട്ടാം കേട്ടോ. പഠിച്ചു കൊണ്ടുപോവാം, പഠിച്ചു വെക്കാം. അപ്പോ അത് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ. The Siddha system is based on combination of ancient medicinal practice and spiritual discipline, as well as alchemy and mysticism. Mysticism, alchemy and mysticism. Okay, അപ്പൊ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. The Siddha system is based on a combination of ancient medicinal practice and spiritual discipline, as well as alchemy and mysticism. Okay, അപ്പൊ alchemy എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. It is the first form of chemistry in India. Alchemy. Alchemy എന്ന് പറഞ്ഞാല് it is the first form of
It is the first form of chemistry in India. കെമിസ്ട്രിയുടെ ആദ്യത്തെ രൂപത്തെയാണ് നമ്മൾ ആൽക്കമി എന്ന് പറയുന്നത് കേട്ടോ. കെമിസ്ട്രിയുടെ ആദ്യത്തെ രൂപം അതിനെയാണ് നമ്മൾ ആൽക്കമി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ആൽക്കമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദി കെമിസ്ട്രി ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മിസ്റ്റിസിസം അല്ലെ. എന്താണ് മിസ്റ്റിസിസം എന്ന് പറഞ്ഞാല്? മിസ് വായിക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കാം, കേൾക്കാം, എന്നിട്ട് മിസ് പറഞ്ഞത്. പുസ്തകങ്ങളുടെയോ ആചാരങ്ങളിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ ആളുകളിലൂടെ അല്ലാതെ തന്നെ ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് മിസ്റ്റിസിസം. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. പുസ്തകങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ അല്ലെങ്കിൽ ചില ആളുകളിലൂടെയൊക്കെ നമ്മള് ദൈവത്തെ കാണാമെന്ന് പറയും അല്ലെ. അപ്പൊ അതല്ലാതെ തന്നെ ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന ഒരു വിശ്വാസം, അതിനെയാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. കിട്ടിയോ? പറയണോ മിസ്? എഴുതിയെടുത്തോളൂ കേട്ടോ വേണമെങ്കില്. പുസ്തകങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ ആളുകളിലൂടെയോ അല്ലാതെ തന്നെ ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു വിശ്വാസം. ഓക്കെ, പുസ്തകങ്ങളിലൂടെയോ ആയിരിക്കില്ല, ചിലപ്പോ ആചാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ ഒന്നും അല്ലാതെ എന്താണ് ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മള് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഇതെയോ? പുസ്തകങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ അല്ലെങ്കിൽ ആളുകളിലൂടെയോ അല്ലാതെ തന്നെ ആളുകൾക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ മിസ്റ്റിസിസം അതുപോലെ തന്നെ എന്താണ് ആൽക്കമി എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ദ ഫസ്റ്റ് ഫോം ഓഫ് കെമിസ്ട്രി ഇൻ ഇന്ത്യ. കെമിസ്ട്രിയുടെ ആദ്യ രൂപം. ഇവിടെ പറയുന്നത് എന്താണ്? Siddha system is based on the combination of ancient medicinal practice and spiritual discipline as well as alchemy and mysticism. എന്താണ് പറയുന്നത്? എന്താണ്? പുരാതന വൈദ്യശാസ്ത്ര രീതികളിലൂടെയും അതുപോലെ ആത്മീയ ശിക്ഷണങ്ങളിലൂടെയും കൂടാതെ ആൽക്കമി ആൻഡ് മിസ്റ്റിസിസത്തിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന്. ഓക്കെ, ഏതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? ആൻഷ്യന്റ് മെഡിസിനൽ പ്രാക്ടീസ്, അതുപോലെ സ്പിരിച്വൽ ഡിസിപ്ലിന്റെയും അതുപോലെ തന്നെ ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം. 4 കാര്യങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇതിന്റെയൊക്കെ ഈ 4 കാര്യങ്ങളുടെയൊക്കെ കോമ്പിനേഷനെയാണ് നമ്മള് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അത് ക്ലിയർ ആയോ? മനസ്സിലായോ പാരഗ്രാഫ് പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ഈ പാരഗ്രാഫിൽ പഠിച്ചത്? ആദ്യം അല്ലെ, ഈ സിദ്ധ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണ്? സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്നാണ്. ഇനി എന്താ പറഞ്ഞത്? ഒരു ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെന്ന് പറഞ്ഞല്ലേ. ഇനി പലതിന്റെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞല്ലേ. ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? ആൻഷ്യന്റ് മെഡിസിനൽ പ്രാക്ടീസ്, അതുപോലെ
അതുപോലെ സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആൽക്കമി ആൻഡ് മിസ്റ്റിസിസം. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ സിദ്ധ സിസ്റ്റത്തിന്റെ ഫാദർ ആരാണ്? പിതാവ് അറിയോ? അഗസ്ത്യ മുനി അല്ലെ. ഓക്കെ, ഋഷി അഗസ്ത്യാണ് കേട്ടോ. വെരി ഗുഡ്. ഋഷി അഗസ്ത്യാണ് സിദ്ധാസിസ്റ്റത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാചീന കാലഘട്ടത്തില് ഭാരതത്തിൽ ഉണ്ടായ ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധാ സിസ്റ്റം എന്ന് പറയുന്നത്. സിദ്ധന്മാരാണ് ഈ ചികിത്സാ സമ്പ്രദായം ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തില് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 96 തത്വങ്ങളെ ക്രമീകരിച്ചും അതിലെ ഏതെങ്കിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിൽ അതിനെ സന്തുലിതമാക്കിയിട്ടുമുള്ള ഒരു ചികിത്സയാണ് സിദ്ധാ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിദ്ധാ സിസ്റ്റം വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് കൾച്ചറിൽ നിന്നാണ്. സിദ്ധ ആ വേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തമിഴ് വേഡായ സിദ്ധിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സിദ്ധ എന്ന വാക്ക് ഡിറൈവ് ഫ്രം എന്താണ്? തമിഴ് വേഡായിട്ടുള്ള സിദ്ധി എന്ന് പറഞ്ഞാല് നോട്ട് എഴുതണോ നിങ്ങൾക്ക്? മിസ് പറഞ്ഞ കാര്യങ്ങള് എഴുതാൻ നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് തുടങ്ങിയ മിസ് ഒന്ന് പറയാം. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മാത്രമാണ്. PDF-ലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഫാദർ എന്ന് പറഞ്ഞിട്ട് ഫാദർ ഓഫ് സിദ്ധാ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഋഷി അഗസ്ത്യ എഴുതാം. ഫാദർ ഓഫ് സിദ്ധാ സിസ്റ്റം ഋഷി അഗസ്ത്യ. RISHI അഗസ്ത്യ. AGASTYA അഗസ്ത്യ. എഴുതിയോ? ഫാദർ ഓഫ് സിദ്ധാ സിസ്റ്റം ഋഷി അഗസ്ത്യ. നെക്സ്റ്റ്, പ്രാചീന കാലഘട്ടത്തിൽ നെക്സ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. പ്രാചീന കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടായ ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധാ സിസ്റ്റം. പ്രാചീന കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടായ ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധാ സിസ്റ്റം. നെക്സ്റ്റ് സെന്റൻസ്, സിദ്ധന്മാരാണ് ഈ ചികിത്സാ സമ്പ്രദായം ഡെവലപ്പ് ചെയ്തത്. സിദ്ധന്മാരാണ് ഈ ചികിത്സാ സമ്പ്രദായം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 96 തത്വങ്ങളെ ക്രമീകരിച്ചും അതിൽ ഏതെങ്കിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിൽ അതിനെ
സന്തുലിതമാക്കിയിട്ടുള്ള ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെ സന്തുലിതമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധ സിസ്റ്റം. ഒരു ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധ സിസ്റ്റം. ഓക്കെ, കിട്ടിയില്ലേ? നെക്സ്റ്റ് സെന്റൻസ്, സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. നെക്സ്റ്റ് സെന്റൻസ്, സിദ്ധ ഈസ് ഡിറൈവ്ഡ് ഫ്രം തമിഴ് വേർഡ്. സിദ്ധ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തമിഴ് വേർഡ് ആയിട്ടുള്ള സിദ്ധിയിൽ നിന്നാണ്. സിദ്ധ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് വന്നിരിക്കുന്നത് തമിഴ് വേർഡായിട്ടുള്ള സിദ്ധിയിൽ നിന്നാണ്. ഇതിന്റെ മീനിങ് സിദ്ധി, മീനിങ് which means achievement. സിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന്റെ മീനിങ് ആണ് അച്ചീവ്മെന്റ്. ഓക്കെയാണോ? കിട്ടിയോ? ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അറിഞ്ഞിരിക്കുക. ഓക്കെ, PDF-ലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ എക്സാമിന്. അപ്പൊ ഫാദർ എന്ന് പറയുന്നത്, സിദ്ധ സിസ്റ്റത്തിന്റെ ഫാദർ എന്ന് പറയുന്നത് ഋഷ്യഗസ്തിയാണ്. അതുപോലെ തന്നെ ഈ പ്രാചീന കാലഘട്ടത്തില് ഭാരതത്തിൽ ഉണ്ടായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധ സിസ്റ്റം. ഈ സിദ്ധന്മാരാണ് ഇതൊക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്, സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. സിദ്ധ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തമിഴ് വേർഡ് ആയിട്ടുള്ള സിദ്ധിയിൽ നിന്നാണ്. അതിന്റെ മീനിങ് അച്ചീവ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. കിട്ടിയില്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞതില് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ ഹോമിയോപ്പതി. ഓക്കെ, ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? ഓർമ്മയുണ്ടോ? ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? സാമുവൽ ഹനിമാൻ. വെരി ഗുഡ് അല്ലെ? സാമുവൽ ഹനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ്. ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, എഴുതി വെക്കാം. നോക്കാം കേട്ടോ, ആ പാരഗ്രാഫ് നോക്കാം നമുക്ക്. Homeopathy is a medical system based on the belief that the body can cure itself. എന്താണ്? ബോഡിക്ക് സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതി ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടയാനായിട്ടുള്ള എന്തുണ്ട് നമ്മുടെ ശരീരത്തില്? എന്തുണ്ട്? എന്താണുള്ളത്? ഇമ്മ്യൂണിറ്റി അല്ലെ? പ്രതിരോധ ശക്തി ഉണ്ടല്ലേ? ഇല്ലേ? നമ്മുടെ ശരീരത്തില് രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മ്യൂൺ പവർ അല്ലെ? പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് രോഗങ്ങൾ കടക്കാതിരിക്കാൻ അല്ലെങ്കിൽ അണുക്കൾ കടക്കാതിരിക്കാനായിട്ട് അത് പ്രതിരോധിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഹോമിയോപ്പതിയിൽ നമ്മള് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കാം?
ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലോ, നമ്മുടെ പേരൻസ് ഹോമിയോപ്പതി കഴിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് അസുഖം മാറണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കണം പറയാറില്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? ഹോമിയോപ്പതിയില് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ ആ മരുന്നുകൾ നമ്മുടെ ബോഡിയുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് 1-2 ദിവസം പിടിക്കും അല്ലെ? സ്ലോ ആയിട്ടായിരിക്കും അത് നമ്മുടെ ബോഡിയിൽ അഡാപ്റ്റ് ആവുന്നത്, അഡ്ജസ്റ്റ് ആവുന്നത് അല്ലെ? നമ്മുടെ ബോഡിയുമായിട്ട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മരുന്ന് പിടിച്ചു തുടങ്ങും അല്ലെ? കഴിക്കുന്നതില് അസുഖങ്ങൾ കുറയാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ഹോമിയോപ്പതിയില് നമ്മുടെ മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ അസുഖങ്ങൾ മാറില്ല, അല്ലെങ്കിൽ അസുഖത്തിന് കുറവ് ഉണ്ടാവുന്നില്ല. ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ആ മരുന്നുകളുമായിട്ട് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞത് ഹോമിയോപ്പതി ഈസ് എ മെഡിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. ബോഡിക്ക് സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. Those who practice it use tiny amount of natural substance like plants and minerals. Minerals എന്താണ്? മീനിങ് എന്താ മിനറൽസ് എന്ന് പറഞ്ഞാല്? മിനറൽസ് എന്താണ് മീനിങ്? മിനറൽസ് എന്താണ്? മിനറൽസ് എന്ന് പറഞ്ഞാല് ധാതുക്കൾ അല്ലേ? ഓക്കെ, ധാതുക്കൾ. അപ്പോ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവര് ചെറിയ അളവില് എന്തുണ്ടാവും? പ്ലാന്റ്സുകള്, അതുപോലെ തന്നെ ഈ മിനറൽസ്, ധാതുക്കള്, അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ടൈനി പ്രകൃതിദത്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെ, സബ്സ്റ്റാൻസ്, പദാർത്ഥങ്ങള് വളരെ ചെറിയ എമൗണ്ടില് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്? നാച്ചുറൽ സബ്സ്റ്റാൻസ് ഏതൊക്കെയാണ്? പ്ലാന്റ്സുകളും ധാതുക്കളും ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചെറിയ അളവിലാണ് അവ ഉപയോഗിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? They believe that stimulate എന്ന് പറഞ്ഞാല് ഉത്തേജിപ്പിക്കുക. Stimulate means ഉത്തേജിപ്പിക്കുക. The healing process. അപ്പൊ എന്താണ്? രോഗശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹീലിംഗ് പ്രോസസ് അല്ലെ? ഒരു രോഗശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റിമുലേറ്റ്, ഉത്തേജിപ്പിക്കുന്നുണ്ട്. It was developed in the late 1700 അല്ലെ? ഓക്കെ, ഇൻ ജർമ്മനി. എന്താണ്? ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തത് 1700കളുടെ അവസാനത്തിലാണ്. എവിടെ വെച്ചാണ്? ജർമ്മനിയിൽ വെച്ച്. ക്ലിയർ ആയോ? അപ്പോ അത് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ലേറ്റ് 1700കളുടെ അവസാനത്തില് ജർമ്മനിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് 1700കളുടെ അവസാനത്തില് ജർമ്മനിയിൽ വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങിയത്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ലേറ്റ് 1700. ഓക്കെ, ഇൻ ജർമ്മനി. 1700 എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സ്മോൾ ടൈനി പാർട്സ് അല്ലെ, സ്മോൾ ടൈനി എമൗണ്ടില് നാച്ചുറൽ സബ്സ്റ്റാൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ഓക്കെ, ഏതൊക്കെയാണ്? പ്ലാന്റ്സും മിനറൽസും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് സാമുവൽ ഹാനിമാൻ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ പഠിക്കുന്നത്. ഹോമിയോപ്പതിയിൽ പറയുന്നത് എന്താണ്? ബോഡിക്ക് സ്വയം സുഖപ്പെടുത്താനായിട്ടുള്ളൊരു കഴിവുണ്ട് അല്ലെ? അത് അങ്ങനെയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അതുപോലെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവര് ചെറിയ അളവില് പ്ലാന്റ്സ്, മിനറൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് സെന്റൻസ് എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ ലേറ്റ്
എന്താണ് 1700 ഇതൊന്നും മാർക്ക് ചെയ്യണം കേട്ടോ. 1700 ഇൻ ജർമ്മനി. ജർമ്മനിയിൽ വെച്ച് 1700കളുടെ അവസാനത്തിലാണ് ഈ ഹോമിയോപ്പതി ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങിയത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദര മിസ് തുടങ്ങിയെന്ന് തോന്നുന്നു. അക്രഡിറ്റേഷൻ എടുത്തോ? നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മിസ് സ്റ്റാർട്ട് ചെയ്തോ അല്ലെ? ഓക്കെ, അതിലെ ചെറിയൊരു പോർഷൻ ആണ് മിസ് എടുക്കുന്നത് കേട്ടോ. നാബ് NABH നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നാബ് മിസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നാബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാനായിട്ട് നേരെയില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നാബ് ഒന്ന് ജസ്റ്റ് നമ്മളെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് വെക്കാം കേട്ടോ. വാഹിദ് മിസ് സ്റ്റാർട്ട് ചെയ്തോ? JCI എന്നാ സ്റ്റാർട്ട് ചെയ്തത്? എടുത്ത് തുടങ്ങിയോ? ഇന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? 2 ദിവസമായല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ നമ്മുടെ ഈ പോർഷൻ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.